There are two main military alliances formed in Europe. They are Triple Alliance and Triple Entity. There are two main military alliances formed in Europe. They are Triple Alliance and Triple Entity Alliance. Triple Alliance was formed by Germany, Austria-Hungary and Italy. Triple Entity was formed by England, France and Russia. അപ്പം യൂറോപ്പിൽ പ്രധാനമായും രണ്ട് സൈനിക സഖ്യങ്ങളുണ്ടായി. അത് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവുമാണ്. ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. ത്രികക്ഷി സഖ്യം രൂപീകരിച്ചത് ജർമ്മനി, ആസ്ട്രിയ-ഹംഗറി, ഇറ്റലി. ജർമ്മനി, ആസ്ട്രിയ-ഹംഗറി ആൻഡ് ഇറ്റലി. ത്രികക്ഷി സൗഹാർദ്ദം രൂപീകരിച്ചത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അപ്പം there are two main military alliances formed in Europe. They are Triple Alliance and Triple Entity. Triple Alliance was formed by countries like Germany, Austria-Hungary and Italy. Triple Entity was formed by England, France, Russia. Okay, ഇത്രയും മനസ്സിലായി. ട്രിപ്പിൾ അലയൻസ്, ട്രിപ്പിൾ എൻറ്റിറ്റി. ട്രിപ്പിൾ അലയൻസ് ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ട്രിപ്പിൾ എൻറ്റിറ്റി ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ദ ഫോർമേഷൻ ഓഫ് സച്ച് അലയൻസസ് ക്രിയേറ്റഡ് എ വാർ അറ്റ്മോസ്ഫിയർ ഇൻ യൂറോപ്പ്. ഈ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം യൂറോപ്പിൽ ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ചു. ദേ സ്റ്റാർട്ടഡ് മാനുഫാക്ചറിങ് ആൻഡ് ബൈയിങ് ലെതൽ വെപ്പൺസ്. ഓരോ രാജ്യങ്ങളും വിനാശകാരികളായ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. ഇത്തരം സഖ്യങ്ങളുടെ രൂപീകരണം യൂറോപ്പിൽ ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ചു. അവർ വിനാശകാരികളായ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും വാങ്ങിക്കൂട്ടുകയും ചെയ്തു. ഇത്രയും മനസ്സിലായ? ദ ഫോർമേഷൻ ഓഫ് സച്ച് അലയൻസസ് ക്രിയേറ്റഡ് വാർ അറ്റ്മോസ്ഫിയർ ഇൻ യൂറോപ്പ്. ദേ സ്റ്റാർട്ടഡ്, അവർ തുടങ്ങി. എന്തായിരുന്നു? മാനുഫാക്ചറിങ്, ഉൽപ്പാദിപ്പിച്ചു. ആൻഡ് ബൈയിങ് ലെതൽ വെപ്പൺസ്, അവർ വാങ്ങുകയും വിനാശകാരികളായ ആയുധങ്ങൾ വാങ്ങുകയും നിർമ്മിക്കുകയും ചെയ്തു. ഓക്കെ, ഇത്രയും മനസ്സിലായ? ഇനി അടുത്തത്. ദ യൂറോപ്യൻ നേഷൻസ് റിസോർട്ടഡ് ടു വേരിയസ് സ്ട്രാറ്റജീസ് ടു സക്സീഡ് ഇൻ ദെയർ ഇമ്പീരിയലിസ്റ്റിക് കോമ്പറ്റീഷൻ. The European nations resorted to various strategies to succeed in their imperialistic competition. സാമ്രാജ്യത്വ മത്സരങ്ങൾ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. അതിലൊരു പ്രധാന മാർഗം, ദ ഇമ്പോർട്ടൻ്റ് സ്ട്രാറ്റജി വാസ് അഗ്രസീവ് നാഷണാലിസം. ദ യൂറോപ്യൻ നേഷൻസ് യൂസ്ഡ് അഗ്രസീവ് നാഷണാലിസം ടു ഇൻവേഡ് അതർ കൺട്രീസ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ആക്രമണ ദേശീയതയെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു? മറ്റു രാജ്യങ്ങളെ കീഴടക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അല്ലെങ്കിൽ ഈ ആക്രമണ ദേശീയ അല്ലെങ്കിൽ തീവ്ര ദേശീയത അവർ മറ്റു രാജ്യങ്ങളെ കീഴടക്കാൻ വേണ്ടി ഉപയോഗിച്ചു. സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെല്ലാം അവർ ന്യായീകരിക്കുകയും ചെയ്തു. തീവ്രദേശീയത്തിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട 3 പ്രധാന പ്രസ്ഥാനങ്ങളുണ്ട്. പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട 3 പ്രധാന പ്രസ്ഥാനങ്ങൾ: പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ ഇത് യൂറോപ്യൻ നേഷൻസ് യൂസ്ഡ് അഗ്രസീവ് നാഷണാലിസം ടു ഇൻവേഡ് അതർ കൺട്രീസ്. മറ്റുള്ള രാജ്യങ്ങളെ കീഴടക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അഗ്രസീവ് നാഷണാലിസ്റ്റ് കൺസിഡേർഡ് ദെയർ ഓൺ നേഷൻസ്. ദേശീയത ശ്രേഷ്ഠമായി കരുതുന്നവർ കൺസിഡേർഡ് ദെയർ ഓൺ നേഷൻസ് ആർ ദ സുപ്രീം. അവർ വിചാരിച്ചു തങ്ങളുടെ രാജ്യമാണ് ഏറ്റവും ഉയർന്നത് അല്ലെങ്കിൽ ശ്രേഷ്ഠമെന്ന്. ആൻഡ് ജസ്റ്റിഫൈഡ്, എന്നിട്ട് അവർ ചെയ്യുന്നതിനെല്ലാം ന്യായീകരിച്ചു. വാട്ട് എവർ ബി ദ ആക്ഷൻസ് ഓഫ് ദെയർ നേഷൻസ്, അവരുടെ രാജ്യങ്ങൾ ചെയ്യുന്നതിനെല്ലാം അവർ ന്യായീകരിക്കുകയും ചെയ്തു. സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠം അല്ലെങ്കിൽ സുപ്പീരിയർ ആണെന്ന് കരുതുകയും ആ രാജ്യങ്ങൾ ചെയ്യുന്നതിനെല്ലാം ന്യായീകരിക്കുകയും ചെയ്തു. തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായ 3 പ്രസ്ഥാനങ്ങൾ. ബേസ്ഡ് ഓൺ അഗ്രസീവ് നാഷണാലിസം ദർ ആർ 3 മൂവ്മെൻറ്റ്സ് ഫോംഡ് ഇൻ യൂറോപ്പ്. ഏതൊക്കെയാണ്? ദേ വേർ പാൻസ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, റിവഞ്ച് മൂവ്മെൻറ്റ്. പാൻസ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, റിവഞ്ച് മൂവ്മെൻറ്റ്. ഓക്കെയാണോ?
കിഴക്കൻ യൂറോപ്പിലെ നമ്മൾ പാൻ സ്ലാവ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻ സ്ലാവ് പ്രസ്ഥാനം. കിഴക്കൻ യൂറോപ്പിലെ ഏതൊക്കെ രാജ്യങ്ങളാണ്? സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. അതിനായി ഈ ബൾഗേറിയ, സെർബിയ, ഗ്രീസ് ഇവിടങ്ങളിൽ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. ഇത് രൂപീകരിക്കാൻ സഹായിച്ചത് റഷ്യയാണ്. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ റഷ്യയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കണമെന്ന് റഷ്യ ആഗ്രഹിച്ചു. അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം. റഷ്യ wanted to unite the Slavic people of Serbia, Bulgaria, Greece in Eastern Europe under her leadership. For this, the Pan-Slav movement was formed with the help of Russia. Russia wanted to unite the Slavic people of ഏതൊക്കെ രാജ്യങ്ങളിലെ? സെർബിയ, ബൾഗേറിയ, ഗ്രീസ്. ഈ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കാൻ തങ്ങളുടെ, അതായത് റഷ്യയുടെ അധീനതയിൽ തന്നെ ഏകീകരിക്കണമെന്ന് റഷ്യക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ റഷ്യയുടെ നേതൃത്വത്തിൽ ഈ സ്ലാവ് വംശജരെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് പാൻ സ്ലാവ് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയത്. അപ്പം ദ പാൻ സ്ലാവ് മൂവ്മെൻറ്റ് വാസ് ഫോംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റഷ്യ. അപ്പം റഷ്യയുടെ സഹായത്തോട് തന്നെയാണ് ഈ മൂവ്മെൻറ്റ്, ഈ പ്രസ്ഥാനം ഉണ്ടായത്. റഷ്യ wanted to unite the Slavic people of Serbia, Bulgaria, Greece in Eastern Europe under her leadership. For this, അതിനുവേണ്ടി ദ പാൻ സ്ലാവ് മൂവ്മെൻറ്റ് വാസ് ഫോംഡ്. പാൻ സ്ലാവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പാൻ സ്ലാവ് പ്രസ്ഥാനം രൂപീകരിച്ചു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് റഷ്യ, റഷ്യയുടെ സഹായത്തോടു കൂടി. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ റഷ്യയുടെ നേതൃത്വത്തിൽ ഏകീകരിക്കണമെന്ന് റഷ്യ വിചാരിക്കുകയും അതിനു വേണ്ടിയിട്ടാണ് റഷ്യയുടെ സഹായത്തോടു കൂടി പാൻ സ്ലാവ് പ്രസ്ഥാനം രൂപീകരിക്കുകയും ചെയ്തത്. അടുത്തത് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്. ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡോമിനൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ് ആൻഡ് ബാൽക്കൻ പ്രോവിൻസസ്, ജർമ്മനി പ്ലാൻഡ് ടു യുണൈറ്റ് ദ ട്യൂട്ടോണിക് പീപ്പിൾ. മറ്റതിനകത്ത് ആദ്യത്തിൽ സ്ലാവ് വംശജരാണെങ്കിൽ ഇതിനകത്ത് ട്യൂട്ടോണിക് വർഗ്ഗക്കാരാണ്. ദിസ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് കെയിം ഇൻ ടു ബീയിങ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജർമ്മനി. അപ്പോൾ പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡോമിനൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ് ആൻഡ് ബാൽക്കൻ പ്രോവിൻസസ്, അതായത് ജർമ്മനിയുടെ നേതൃത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തതാണ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്. ജർമ്മനി പ്ലാൻ ടു യുണൈറ്റ്, അതിനകത്ത് അവരെ യുണൈറ്റ് അല്ലെങ്കിൽ ഏകോപിപ്പിച്ചത് ട്യൂട്ടോണിക് വർഗ്ഗക്കാരെയാണ്, ട്യൂട്ടോണിക് പീപ്പിൾ. ദിസ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് കെയിം ഇൻ ടു ബീയിങ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജർമ്മനി. ഇത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ജർമ്മനിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡോമിനൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ്, അതായത് മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും, സെൻട്രൽ യൂറോപ്പ് ആൻഡ് ബാൾക്കൻ പ്രോവിൻസസ്, ബാൾക്കൻ മേഖല, സെൻട്രൽ മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും അധികാരം ഉറപ്പിക്കാൻ വേണ്ടി ജർമ്മനി പ്ലാൻ ടു യുണൈറ്റ് ദ ട്യൂട്ടോണിക് പീപ്പിൾ. ജർമ്മനി ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കാൻ പദ്ധതിയിട്ടു. ദിസ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് കെയിം ഇൻ ടു ബീയിങ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജർമ്മനി. ദിസ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് കെയിം ഇൻ ടു ബീയിങ്, ആരുടെ നേതൃത്വത്തിലാണ് അത് സംഭവിച്ചത്? ജർമ്മനിയുടെ നേതൃത്വത്തിലാണ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് നടന്നത്. മധ്യ യൂറോപ്പിലെയും ബാൾക്കൻ മേഖലയിലെയും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. സ്ഥലങ്ങൾ മധ്യ യൂറോപ്പ്, ബാൾക്കൻ മേഖല. ഇവിടെ ഏത് വർഗ്ഗക്കാരെയാണ് അവർ ഏകോപിപ്പിക്കാൻ ശ്രമിച്ചത്? ട്യൂട്ടോണിക് വർഗ്ഗക്കാർ. മറ്റേതിനകത്ത് സ്ലാവ് വംശജരെ, ഇതിനകത്ത് ട്യൂട്ടോണിക് വർഗ്ഗക്കാർ.
അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. ആക്ച്വലി അവർ ഈ വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുമ്പോൾ അതിനവർക്കുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും അവരുടെ സ്വാധീനം ഉറപ്പാക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അവരെ ടെക്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിച്ചത്. ഇത് ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു. to establish its dominance in Central Europe and Balkan provinces. മധ്യ യൂറോപ്പിലും ബാൾക്കൻ പ്രദേശങ്ങളിലും ജർമ്മനി പ്ലാൻഡ് ടു യുണൈറ്റ് ദ ടെക്ടോണിക് പീപ്പിൾ. ജർമ്മനി എന്താണ് ചെയ്തത്? ജർമ്മനി ടെക്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കാൻ പദ്ധതിയിട്ടു. ദിസ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് കെയിം ഇൻ ടു ബീയിങ്. ഈ പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് ആരുടെ നേതൃത്വത്തിലാണ് ഉണ്ടാക്കിയത്? പാൻസ്ലാവ് പ്രസ്ഥാനം ആരുടെ നേതൃത്വത്തിലാണ്? ജർമ്മനിയുടെ നേതൃത്വത്തിൽ. അതിന് അവർ കാരണമായി കണ്ടത് മധ്യ യൂറോപ്പിലും ബാൾക്കൻ പ്രദേശങ്ങളിലും അവരുടെ സ്വാധീനം അല്ലെങ്കിൽ നേതൃത്വം ഏകീകരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത്. അവർക്ക് അവരുടെ അധികാരം പിടിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പാക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയത് മാർഗം ടെക്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡോമിനൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ് ആൻഡ് ബാൾക്കൻ പ്രോവിൻസസ്. ആ സ്ഥലങ്ങൾ ഓർത്തോളണം. സെൻട്രൽ യൂറോപ്പ്, ബാൾക്കൻ പ്രോവിൻസസ്. ജർമ്മനി പ്ലാൻഡ് ടു. ജർമ്മനി അതിനെന്ത് പദ്ധതിയിട്ടു? ടെക്ടോണിക് വർഗ്ഗക്കാരെ ഒരുമിപ്പിക്കാൻ. ജർമ്മനി പ്ലാൻഡ് ടു യുണൈറ്റ് ദ ടെക്ടോണിക് പീപ്പിൾ. ദിസ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് കെയിം ഇൻ ടു ബീയിങ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജർമ്മനി. ഇതാരുടെ നേതൃത്വത്തിലാണ് നടന്നത്? ജർമ്മനിയുടെ നേതൃത്വത്തിൽ. ഇൻ 1871 ഇനി നമ്മൾ പഠിക്കുന്നത് റിവഞ്ച് മൂവ്മെൻറ്റ്, പ്രതികാര പ്രസ്ഥാനം. ജർമ്മനി ഇൻ 1871 1871 ജർമ്മനി ഓക്കുപ്പൈഡ് അൽസൈസ്-ലൊറൈൻ, the territories that were under the control of France. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൽസൈസ് ലൊറൈൻ ആ പ്രദേശങ്ങൾ അൽസൈസ്-ലൊറൈൻ ഈ പ്രദേശങ്ങൾ ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൽസൈസ്-ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം. മറന്നു പോകരുത്, ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൽസൈസ്-ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ ജർമ്മനി കൈവശപ്പെടുത്തി. ഇത് തിരിച്ചു പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ റിവഞ്ച് മൂവ്മെൻറ്റ് ഇൻ 1871 1871 ജർമ്മനി ഓക്കുപ്പൈഡ് അൽസൈസ്-ലൊറൈൻ, ദ ടെറിട്ടറീസ് ദാറ്റ് വെയർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫ്രാൻസ്. ടു റീഗെയിൻ ദിസ് ടെറിട്ടറീസ്, ഈ ടെറിട്ടറി വീണ്ടെടുക്കാനായിട്ട് ദ റിവഞ്ച് മൂവ്മെൻറ്റ് വാസ് ഫോംഡ്. അതായത് പ്രതികാര പ്രസ്ഥാനം രൂപീകരിച്ചു അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഫ്രാൻസ്. അപ്പോൾ 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൽസൈസ്-ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം. റിവഞ്ച് മൂവ്മെൻറ്റ് ഇൻ 1871 ജർമ്മനി ഓക്കുപ്പൈഡ്, സ്ഥലങ്ങളുടെ പേര് ഓർക്കുക, അൽസൈസ്-ലൊറൈൻ. ദ ടെറിട്ടറീസ് ദാറ്റ്, പണ്ട് ഇതാരുടെ കൺട്രോളിലായിരുന്നു? ദ ടെറിട്ടറീസ് ദാറ്റ് വെയർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫ്രാൻസ്, ഫ്രാൻസിൻ്റെ കൺട്രോളിലായിരുന്ന അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ അധീനതയിലായിരുന്ന ലൊറൈൻ, അൽസൈസ് എന്നീ പ്രദേശങ്ങൾ ജർമ്മനി 1871 പിടിച്ചെടുത്തു. ടു റീഗെയിൻ ദിസ് ടെറിട്ടറീസ്, ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ദ റിവഞ്ച് മൂവ്മെൻറ്റ് വാസ് ബോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഫ്രാൻസ്. ഈ റിവഞ്ച് അല്ലെങ്കിൽ ഈ പ്രതികാര പ്രസ്ഥാനം ഫ്രാൻസിൻ്റെ ലീഡർഷിപ്പിലാണ് ഫോം ചെയ്തത്, അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ നേതൃത്വത്തിലാണ് ഈ റിവഞ്ച് മൂവ്മെൻറ്റ് ഫോം ചെയ്തത്. ഈ സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ ചില പ്രതിസന്ധികളിലേക്ക് നയിച്ചു. ഈ മത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ പല പ്രതിസന്ധികളിലേക്ക് നയിച്ചു. അവയിൽ പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ മൊറോക്കൻ പ്രതിസന്ധി, ബാൾക്കൻ പ്രതിസന്ധി, ഇമ്പീരിയലിസ്റ്റിക് റൈവൽറി,
the European nations or European countries into several crises. പല പ്രധാന പ്രതിസന്ധികളിലേക്കും ഈ സാമ്രാജ്യത്വ മത്സരം യൂറോപ്യൻ രാജ്യങ്ങളെ നയിച്ചു. എമംഗ് വിച്ച് ദ മൊറോക്കൻ ക്രൈസിസ്, അതിൽ പ്രധാനപ്പെട്ട ക്രൈസിസുകൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ മൊറോക്കൻ ക്രൈസിസ് ആൻഡ് ദ ബാൾക്കൻ ക്രൈസിസ് ആർ കൺസിഡർഡ് ടു ബി ഇമ്പോർട്ടൻ്റ്. പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൻ പ്രതിസന്ധിയുമായിരുന്നു. അപ്പോൾ സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ പല പ്രതിസന്ധികളിലും കൊണ്ടെത്തിച്ചു. അതിൽ പ്രധാനപ്പെട്ടത് മൊറോക്കൻ പ്രതിസന്ധി, ബാൾക്കൻ പ്രതിസന്ധി. ഇമ്പീരിയലിസ്റ്റിക്കൽ റൈവലറി ഡ്രോവ് ദ യൂറോപ്യൻ കൺട്രീസ് ഇൻ ടു സെവറൽ ക്രൈസിസ്. ഇമ്പോർട്ടൻ്റ് ക്രൈസിസ് ആർ മൊറോക്കൻ ക്രൈസിസ് ആൻഡ് ദ ബാൾക്കൻ ക്രൈസിസ്. ഓക്കെ, എ സീക്രട്ട് ട്രീറ്റി. അടുത്ത നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇമ്പീരിയലിസ്റ്റിക് ക്രൈസിസിൽ മെയിനായിട്ട് വരുന്നത് മൊറോക്കൻ ക്രൈസിസ്. Moroccan crisis. A secret treaty was signed between Britain and France in 1904. A secret treaty was signed between Britain and France in 1904. According to this, the Britain recognized the claim of France over Morocco. ഈ ട്രീറ്റി അനുസരിച്ച് ബ്രിട്ടൻ ഫ്രാൻസിൻ്റെ മൊറോക്കയിലുള്ള ആധിപത്യത്തെ ബ്രിട്ടൻ അംഗീകരിച്ചു. ദ ഫ്രഞ്ച് ക്ലെയിം ഓവർ മൊറോക്കോ വാസ് ഒപ്പോസ്ഡ് ബൈ, പക്ഷേ ഇത് അംഗീകരിച്ചില്ല, ജർമ്മനി അംഗീകരിച്ചില്ല. ദ ഫ്രഞ്ച് ക്ലെയിം ഓവർ മൊറോക്കോ തങ്ങളുടേതാണെന്നുള്ള ഫ്രാൻസിൻ്റെ വാദം ജർമ്മനി എതിർത്തു. വിച്ച് സെൻറ്റ് ബാറ്റിൽഷിപ്പ് ടു ദ മൊറോക്കൻ പോർട്ട്. അങ്ങനെ ജർമ്മനി എന്ത് ചെയ്തു? യുദ്ധക്കപ്പലുകളെ മൊറോക്കൻ പോർട്ട് തുറമുഖമായ അഗാഡീറിലേക്ക് അയച്ചു. ഫ്രാൻസ് എഗ്രീഡ് ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കൊയാങ്കോ ടു ജർമ്മനി ആൻഡ് ജർമ്മനി എഗ്രീഡ് ടു കൺസീഡ് മൊറോക്കോ ടു ഫ്രാൻസ് ഇൻ റിട്ടേൺ. ഫ്രാൻസ് ഈ പ്രശ്നം എങ്ങനെ അവസാനിപ്പിച്ചു? ഫ്രാൻസ് സമ്മതിച്ചു. ഫ്രാൻസ് എഗ്രീഡ് ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കൊയാങ്കോ. തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കൊയാങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് കൊടുക്കാം എന്നുള്ള വ്യവസ്ഥയിൽ ഫ്രാൻസ് സമ്മതിക്കുകയും ജർമ്മനി എഗ്രീഡ് ടു കൺസീഡ് മൊറോക്കോ ടു ഫ്രാൻസ് ഇൻ റിട്ടേൺ. അതിന് പകരമായിട്ട് മൊറോക്കോയുടെ ആധിപത്യം ഫ്രാൻസിന് തുടരാമെന്ന് ജർമ്മനി സമ്മതിക്കുകയും ചെയ്തു. Thus the problem was solved temporarily. അങ്ങനെ താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കപ്പെട്ടു. However, എന്നിരുന്നാലും റൈവൽറി കണ്ടിന്യൂഡ്. അവരുടെ ശത്രുത തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? എ സീക്രട്ട് ട്രീറ്റി വാസ് സൈൻഡ് ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഇൻ 1904. 1904 ബ്രിട്ടനും ഫ്രാൻസും ഒരു രഹസ്യ കരാറിൽ ഒപ്പുവച്ചു, അല്ലെങ്കിൽ രഹസ്യ സന്ധി. ആ സന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. ആഫ്രിക്കൻ, ആ സ്ഥലത്തിൻ്റെ പേരുകൾ, രാജ്യങ്ങളുടെ പേരുകൾ ശ്രദ്ധിക്കുക. ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോ, അതിൻ്റെ ആധിപത്യം ഫ്രാൻസിന്, അതിനെ ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താനായ ആഗ്രഹിച്ച ജർമ്മനിക്ക് ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ജർമ്മനി എന്തു ചെയ്തു? കുറേ യുദ്ധക്കപ്പലുകളെ മൊറോക്കൻ തുറമുഖമായ അഗഡീറിലേക്ക് അയച്ചു. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ കുറേ ഭാഗങ്ങൾ ഫ്രാൻസ് ജർമ്മനിക്ക് നൽകി ഈ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നുകൊണ്ടേയിരുന്നു. എ സീക്രട്ട് ട്രീറ്റി വാസ് സൈൻഡ്. ആര് തമ്മിലാണ് ഒപ്പുവെച്ചത്? ബിറ്റ്വീൻ ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ ഇൻ 1904. 1904 ബ്രിട്ടനും ഫ്രാൻസും ഒരു രഹസ്യ സന്ധിയിൽ ഒപ്പുവെച്ചു. അക്കോർഡിംഗ് ടു ദിസ്, അതനുസരിച്ച് ബ്രിട്ടൻ റെക്കഗ്നൈസ് ദ ക്ലെയിം ഓഫ് ഫ്രാൻസ് ഓവർ മൊറോക്കോ. അതനുസരിച്ച് ബ്രിട്ടൻ മൊറോക്കോയുടെ മേലുള്ള ഫ്രാൻസിൻ്റെ ആധിപത്യം അംഗീകരിച്ചു. ദ ഫ്രഞ്ച് ക്ലെയിം ഓവർ മൊറോക്കോ വാസ് ഒപ്പോസ്ഡ് ബൈ ജർമ്മനി. പക്ഷേ ഫ്രാൻസിൻ്റെ ഈ അധീശത്വം, മൊറോക്കോയുടെ മേലുള്ള ഈ ആധിപത്യം ജർമ്മനി എതിർത്തു. ജർമ്മനി എന്തു ചെയ്തു? വിച്ച് സെൻറ്റ് ബാറ്റിൽഷിപ്പ് ടു മൊറോക്കൻ പോർട്ട്. മൊറോക്കോയുടെ തുറമുഖമായ അഗാഡീറിലേക്ക് യുദ്ധക്കപ്പലുകളെ അയച്ചു. ഫ്രാൻസ് എഗ്രീഡ് ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കോങ്കോ ടു ജർമ്മനി. ഫ്രാൻസ് സമ്മതിച്ചു. തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ഒരു ഭാഗം ജർമ്മനിക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചു. ജർമ്മനി എഗ്രീഡ് ടു കൺസീഡ് മൊറോക്കോ ടു ഫ്രാൻസ് ഇൻ റിട്ടേൺ.